അമ്മ ഈ ഡിവിഷനെ ഒരു സ്ത്രീ സംവരണ മണ്ഡലമാണ്. അവിടെ ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അത് എങ്ങനെയാണ്? അതിനകത്തൊരു സാങ്കേതികമായ എന്തെങ്കിലും? ഞാന് ഒരു സ്ത്രീയാണ്. എല്ലാ രേഖകളിലും ഞാൻ സ്ത്രീയാണ്. ഇതിപ്പോ നമ്മള് സ്ത്രീയാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഇതല്ല. നമുക്ക് പ്രത്യേകിച്ചൊരു സത്യം എന്ന് പറഞ്ഞാൽ ലോ ഇല്ല. ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേകിച്ചൊരു ലോ ഇല്ല. അപ്പോ ഇത് ചിലപ്പോ ഞാനായിരിക്കും ആദ്യമായിട്ട് ഇതൊരു ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു മെയിൻ ഒരു സംഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഞാനായിരിക്കും. അപ്പൊ മറ്റു രണ്ടുപേര് കൂടി മറ്റൊരു സ്ഥാനാർത്ഥി വയലാർ ഡിവിഷനിൽ മത്സരിക്കുന്ന അരുണിമയ്ക്കും ഈ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടോ? അരുണിമയ്ക്ക് ഒരിക്കലും ഇല്ല, സാങ്കേതിക ബുദ്ധിമുട്ടൊന്നുമില്ല. അരുണിമ സേഫ് ആണ് എല്ലാ രീതിയിലും. അരുണിമയും എല്ലാവരും ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അതിനകത്ത് ട്രാൻസ് വുമൻസ് ഉണ്ട്. ഇത് സമൂഹത്തിന് അറിഞ്ഞൂടാത്തൊരു കാര്യം, ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തില് ട്രാൻസ്ജെൻഡേഴ്സില് പ്രത്യേകം വേർഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് സ്ത്രീ എന്നുള്ള ഒരു കുറെ പേരാണ്. അപ്പൊ അതിലൊരു സ്ത്രീയാണ് ഞാൻ, ഒരു സ്ത്രീയാണ്. വോട്ടർ പട്ടികയിൽ എങ്ങനെ കിടക്കുന്നത്? വോട്ടർ പട്ടികയില് ചേഞ്ചിങ് ഉണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ കോർട്ടുമായിട്ട് ഹൈക്കോടതിയുമായിട്ട് അതാണ് ട്രാൻസ്ജെൻഡർ എന്നാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ട്രാൻസ് വുമൺ എന്നാണ്. ട്രാൻസ് വുമൺ ആണ്. അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് 2 മണിക്കുള്ള ബെഞ്ചില് പറഞ്ഞിരിക്കും സർട്ടിഫിക്കറ്റ് എല്ലാം പൂർണ്ണമായി കളക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ പിന്നെ സ്ത്രീ ആണല്ലോ. കളക്ട് സർട്ടിഫിക്കറ്റ് ചെയ്യുമ്പോ പിന്നെ ഇലക്ഷൻ കമ്മീഷനോ മറ്റാരേക്കാളും വലിയൊരു ഇതാണല്ലോ കളക്ട് എന്നോ. കളക്ടർ സർട്ടിഫിക്കറ്റ് ആൾറെഡി സ്ത്രീ എന്നുണ്ട്. അപ്പൊ പിന്നെ സ്ത്രീ ഡിവിഷനിൽ മത്സരിക്കാമല്ലോ. അതുകൊണ്ടാണ് പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണയും എല്ലാ പ്രവർത്തകരും സജീവമായി സ്ഥാനാർത്ഥിയോടൊപ്പം. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവുമെന്ന് പാർട്ടിക്ക് തോന്നിയിരുന്നോ? ഒരു പ്രതിസന്ധിയില്ല. പാർട്ടി ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥി ഏറ്റെടുത്ത് സജീവമായ എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥിക്ക് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത്. വിശേഷിച്ച് ഈ സമൂഹത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ട്. അത് ഏറ്റെടുത്തിരിക്കുന്നതാണ്.